ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് യാത്രകളും കുറേ പരിപാടികളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ നടന്ന ഒരു നല്ലൊരു ദിവസം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മുടെ പാച്ചുകുട്ട ഇല്ലാത്തതിൻ്റെ കുറവാണ് കേട്ടോ. മറ്റേത് രാവിലെ എണീക്കുമ്പോൾ പാച്ചുവാണ് ഫസ്റ്റ് എണീറ്റ് വന്ന് ഇവിടെ ബഹളം വയ്ക്കുക. ആദ്യം ചാക്കോച്ചനായിരുന്നു, ഇപ്പോൾ പാച്ചുവാണ് കേട്ടോ. അപ്പോൾ പാച്ചു എണീറ്റ് വന്ന് മറ്റുള്ളവരെയും കൂടി ഒന്ന് വിളിച്ച് ബഹളം വെച്ച് ഇവിടെയൊക്കെ കിടന്ന് ഓടി നടക്കുക, പാപ്പിൻ്റെ പിന്നാലെ നടക്കുക. ആ ഒരു ബഹളം ശരിക്കും അവ ഇല്ലാത്തപ്പോഴാണ് മനസ്സിലാവുന്നത്. മറ്റേത് മൂന്നാളും കൂടി കൂടുമ്പോൾ നമ്മളുടെ വിചാരം മൂന്നാൾക്കും ഭയങ്കര ബഹളമാണ്. പക്ഷേ ഒരാൾ അതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആട്ടോ. ചാക്കോച്ചനായാലും അതെ, തോമു ആയാലും അതെ, ഒന്നിലേക്കും ഇല്ലാത്ത പോലെയാണ്. അങ്ങനെ രാവിലെ എണീറ്റ് കാപ്പി കട്ടൻ ഡാഡി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോണും കുറച്ച് കട്ടൻ കുടിച്ചിട്ട് ഡോൺ ഇന്നിപ്പോൾ തോമൂനിയും കൊണ്ട് നേരത്തോടെ മാർക്കറ്റിലേക്ക് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഹബ്ബിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എണീറ്റ്, അപ്പോൾ ഇന്നലത്തെ ഉച്ചയ്ക്ക് നമ്മൾ മറ്റേ ചിക്കനും കിഴങ്ങും കൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പാലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഡാഡിയും അത് കഴിച്ചോളാം, ബ്രെഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ലേറ്റായിട്ട് പള്ളിയിലേക്ക് പോണ സമയം കണക്കാക്കിയിട്ടാണ് കേട്ടോ ബ്രെഡും സ്റ്റൂവും കഴിച്ചത്. സ്റ്റൂ അല്ല, ചിക്കൻ കറിയാണത് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി, പിന്നെ 10 മണി ആയതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് പള്ളിയിലേക്ക് എണീറ്റ വഴിക്ക് ഓടണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ എണീറ്റ് വന്നത്. അവനും ബ്രെഡ് വേണമെന്ന് പറഞ്ഞ് ബ്രെഡ് തിന്നുക. അവിടുന്ന് അവൻ കണ്ണ് മൂക്ക് എല്ലാവരോടും ഹായ് പറയാൻ പറഞ്ഞു അവൻ. അപ്പോൾ അവൻ എല്ലാവർക്കും ഹായ് തരാണ്, ഒരു ഫ്ലൈയിങ് കിസ് തരാണ്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹെഡ്, നോസ്, ഐസ്, പിന്നെ കണ്ണ്, മൂക്ക്, വായ എല്ലാതും പറയും അവൻ കേട്ടോ. അപ്പോൾ ഞാൻ പറയും 2 ചേട്ടന്മാർ കൂടിയിട്ട് അവനെ എന്താ പറയുക, അവന് വലിയ കുട്ടിയാക്കി എന്ന് പറയും. അവരെക്കാളൊക്കെ കുറച്ചും കൂടി പക്വതയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വേഗത്തിലാണ് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടോ. സംസാരിക്കുന്നതായാലും ഓരോ കാര്യങ്ങൾ പറയണതായാലും ചോദിക്കുന്നതായാലും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഡിമ്പിളിന് ഇങ്ങനെയായിരുന്നു, 4 പേരായിരുന്നു അവളുടെ മൂത്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഈ വരുന്ന കുട്ടികൾ കുറച്ചുകൂടി പക്വത വരും. അതാണ് ഇപ്പം ഇവിടെ ചാക്കോച്ചനും 2 ചേട്ടന്മാരും കൂടിയിട്ട്, പിന്നെ നമ്മളെല്ലാവരും അവന് ഒരു ചെറിയൊരു ഗ്യാപ്പ് മറ്റവരിൽ നിന്ന് ഉള്ളപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു കെയറിങ് അവനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നടത്തറ പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ കയറിയ വഴിക്ക് കെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പൂ വെച്ചിട്ടാണ് പള്ളിയിലേക്ക് വരിക. ഞാൻ കുർബാന കഴിയുമ്പോഴാണ് പോവാറ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കുർബാന കഴിഞ്ഞ് അവിടെ കെസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ അവിടെ ഒരു സ്റ്റോൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുട്ടികൾക്കുള്ള നല്ല തൃശ്ശൂരുണ്ട കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഉണ്ടയായിരിക്കും എന്ന്. ഉണ്ടയും വാങ്ങിച്ചു. പിന്നെ നെല്ലിക്ക, കാന്താരി, അത് ഒരിടയ്ക്ക് സ്ഥിരം നമ്മൾ കഴിച്ചിരുന്നതാണ്. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതും കൂടി കുറേ നാളായിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട്, അപ്പോൾ അതും വാങ്ങിച്ചു. അപ്പോൾ തോമുന് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചമ്മലാട്ടോ, അതാണ് അവൻ നോക്കാത്തത്. ചാക്കോച്ചന് പിന്നെ അങ്ങനെയൊന്നുമില്ല, ചാക്കോച്ചൻ എന്തിനും റെഡിയായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ വരാൻ കാത്ത് നിൽക്കുമായിരുന്നു 2 പേരും വിശേഷങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ചാക്കോച്ചന് ഉണ്ട ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഉണ്ട, ചിറ്റിശ്ശേരിയിൽ നിന്നാണ് കണ്ടത് ഞാൻ ആ കവർമേട്ടോ. സൂപ്പർ ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ് അവർ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ധനശേഖരണാർത്ഥമാണ് അവരത് ചെയ്തത് കേട്ടോ. നല്ല സാധനങ്ങളാണ് എല്ലാതും ആയിരുന്നത്. അങ്ങനെ ഞാൻ വന്നത് ആ ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് പിന്നെ നമ്മളുടെ പരിപാടിയിലേക്ക് കടക്കുകയായി. കാരണം ഒരു മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഡിവൈൻ്റെ ഓരോ ഭാഗമായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട ഒരെണ്ണം ഇടിച്ചു. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു ഇങ്ങനെ കനുള്ള ഉണ്ടയുണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് ഉണ്ട കണ്ടപ്പോൾ ശരിക്കും അമ്മേനെ ഓർമ്മ വന്നു, ഡാഡിയുടെ അമ്മേനെ. നെല്ലൂത്തെ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ തൃശ്ശൂർക്കാരുടെ ഉണ്ടയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയും ഹാർഡാവണോ അത്രയും അതാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടയാണ് അമ്മ ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട അങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊടിയും. അതൊന്നും ശരിക്കും തൃശ്ശൂർക്കാരുടെ ഉണ്ടയല്ല. തൃശ്ശൂർക്കാരുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും മറ്റേ എന്താ പറയുക, അമ്മിക്കല്ലുണ്ടല്ലോ, അതുകൊണ്ട് ശരിക്കും അടിച്ച് പൊട്ടിക്കണം. അല്ലെങ്കിൽ വെട്ടൂത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കണം. അങ്ങനെയാണ് തൃശ്ശൂർക്കാരുടെ ഉണ്ട്, അത്രയും ഉറപ്പിലാണ്. അങ്ങനെ അതൊക്കെ വിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ചാക്കോച്ചിന് ഒരു കഷ്ണം തിന്നു, ഞാനും ഡാഡിയും ഡിവൈനും ഓരോ പീസ് തിന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ ഡിഷ് വാഷ് ഉണ്ടായിരുന്നു, ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ്,
പിന്നെ കംഫർട്ട് ഇതൊക്കെ പകർത്താണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു ദിവസം ഇത് സാധാരണ ഡാഡിയുടെ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഡാഡി ഇല്ലാണ്ടായപ്പോൾ ഡിവൈൻ ചെയ്തു. ഇപ്പം ഇന്ന് വീണ്ടും ഡാഡി കംപ്ലീറ്റ് കുപ്പികൾ ഞാൻ എടുത്തു കൊടുത്തപ്പോൾ ഓരോ കുപ്പിയും എഴുതും കേട്ടോ, അല്ലെങ്കിൽ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കേണ്ട വെച്ചിട്ട് ഓരോ കുപ്പിയും എഴുതും. പിന്നെ കുട്ടികൾക്കുള്ള ഡിറ്റർജൻറ്റ് വേറെയാണ് കേട്ടോ, ഈ ലവ് ലാപ്പിൻ്റെയാണ്. അങ്ങനെ ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വന്നപ്പോഴേക്കും ഡിവൈൻ ഉച്ചയിലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചടപടേന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേപ്പില എന്നിട്ടാണ് മല്ലിയില, പുതിനയുടെ ഇല, ചുവന്നുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ സെക്ഷനായിട്ട് ഒതുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാനൊരു ബോക്സിലാക്കി അതിലേക്ക് വെച്ചു. പിന്നെ ചുവന്നുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്കായാലും ചെയ്യാൻ നല്ലത് അതാണ് കേട്ടോ. വലിയ ചിക്കൻ വാങ്ങിയിട്ട് അവരോട് തന്നെ ബോൺലെസ് ആക്കി തരാൻ പറഞ്ഞാൽ അവർ എല്ലുമെന്ന് ഇങ്ങനെ വിടിയിച്ച് തന്നു കഴിഞ്ഞാൽ ആ ബോൺലെസ് കട്ട് ചെയ്ത എല്ല് മാത്രമായിട്ട് ഭയങ്കര ഇതിൽ കിട്ടുമ്പോൾ അതൊന്നെങ്കിൽ നമുക്ക് പീസ് ഇട്ടിട്ട് വെക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ വേസ്റ്റ് ആവില്ല, ചിക്കൻ ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഞാൻ, അധിക ഭാഗമുള്ളിടത്ത് കണ്ടിട്ടുണ്ട് ചിക്കനെ നുള്ളിപ്പെറുക്കിയിട്ട് ബാക്കി പീസ് അങ്ങനെ വെക്കണത്. ആ പീസ് പിന്നെ നേരെ കളയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ ചിക്കൻ ഒരു കഷ്ണം പോലും വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇന്ന് വിഭവസമൃദ്ധമായ സംഭവമായിരുന്നു. അതായത് നമ്മുടെ മറ്റേ കുടപ്പൻ ഉപ്പേരി വെച്ചു, ബീഫ് നല്ല റോസ്റ്റ് ചെയ്തു, ചിക്കൻ വറുത്തു, തൃശ്ശൂർ മീൻ കറി വെച്ചു. സൂപ്പർ ഊടായിരുന്നു ഇന്നത്തെ ഊണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ നല്ല മഴ. അപ്പോൾ കുട്ടികളത് മഴ കാണാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ 4 മണി കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു പരിപാടിയുണ്ട്. ആൻസിൻ്റെ പപ്പയുടെ അനിയൻ്റെ മോനുണ്ട് അമലും മാത്രം എപ്പോഴും നിങ്ങൾ പറയണ കേട്ടിട്ടുണ്ടാവും. ഡിമ്പിളിനെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും, ഡിമ്പിളിനെ എടാ വാടാ പോടാന്ന് വിളിക്കാവുന്ന 2 പേരാണ് അമലും മാത്രം കേട്ടോ. പപ്പയുടെ വീട്ടിൽ കുറേ ചേട്ടന്മാർ ഡിമ്പിളിനുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിലും എടാ വാടാ എനിക്കത് ചെയ്ത് താടാ എന്ന് പറയാനുള്ള ബന്ധം ഈ 2 പേരോടാണ്. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്കും സ്പെഷ്യലാണ് കേട്ടോ. എപ്പോഴും ഇവിടെ വരും, ടൗണിൻ്റെ അടുത്തൊക്കെ വരും, പോവുകയൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഡിവൈനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെയും കൊണ്ട് വരാനായിട്ട് ഒരു വിഷമം. കാരണം അവൻ്റെ അവസ്ഥ അറിയാലോ, ഒന്ന് കൂട്ടത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒന്ന് വയ്യാണ്ട വന്ന് ആഷിഡൈനെ എന്നെ കൊണ്ടുപോയിട്ട് അവന് വയ്യാണ്ടായി. അപ്പോൾ ഇവിടെ വെച്ചാൽ കുടുംബസമ്മേളനത്തിൻ്റെ വാർഷികമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഡിവൈൻ പറഞ്ഞു, ഞാൻ ഇവിടെ മോനെയും കൊണ്ട് അങ്ങോട്ട് പൊക്കോളാം, നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞു. ഒന്ന് ഓർക്കുമ്പോൾ നന്നായി കൊണ്ടുപോകാഞ്ഞതെന്ന് തോന്നി. കാരണം നല്ല തിരക്കായിരുന്നു പോയി കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇവരൊക്കെ പോയി കിടന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് 4:30 റെഡിയാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും 4:30 ആയി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന്. ഞാൻ ഇങ്ങനെ അവർക്ക് കൊടുക്കാം കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടാവും, ഏതാണോ പഴയ കറി എന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ആ കറിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഓവനിൽ വെച്ച് നന്നായി ചൂടാക്കും. എന്നിട്ട് അത് കുഴച്ചിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ആ കറിയുടെ എല്ലാതും ഉണ്ടാവും. ഇപ്പോൾ കറി അഥവാ കറി ഇല്ലാണ്ടിരിക്കില്ലല്ലോ, എന്തെങ്കിലും കറി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മീൻ വറുത്ത വെളിച്ചെണ്ണയോ ഇറച്ചി വറുത്ത വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇറച്ചിയുടെ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഞാനത് കൊടുത്തു വരുമ്പോഴേക്കും ഡാഡി വേഗം ചായ വെച്ചൊക്കെ ഓൾറെഡി ലേറ്റായിന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ ഊണ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോൾ ഡിവൈനെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ സാമുവലും നാൻസിയും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഞാനത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തോ പറഞ്ഞപ്പോൾ ഡിവൈൻ പറഞ്ഞു, ഇത് നല്ല ബാഗ് മമ്മി, ഇത് സാരിക്ക് എടുത്തു തന്നപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് സാമുവലിന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു. അപ്പോൾ ഞാനും ഡോണും തോമും ഡാഡിയും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേര് അപ്പോൾ പോണത് കോട്ടപ്പുറം പള്ളിയിൽ അവിടേക്കാണ്. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും ആദ്യം പോവുക പെട്രോൾ പമ്പിലേക്കാണ്. അങ്ങനെ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത് കേട്ടോ. അപ്പോൾ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലുലുവൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ടോള് വന്നപ്പോഴത്തേക്കും അവന് ഉറക്കം വന്നിട്ട് ഉച്ച നേരമല്ലേ. അപ്പോൾ ശരിക്കും 5 മണിയാക്കിയ മുമ്പ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ടോളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നമ്മളുടെ ബ്ലോക്ക് പതുക്കെ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു മടക്കം എന്തായാലും ഇതിൽ വരില്ല എന്ന്. കാരണം ആമ്പല്ലൂരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ തിരിച്ചു വിടണത് ഇതിലായിരുന്നു.
അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും ഒരു അരമണിക്കൂർ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ പെട്ട് നിന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തോമു സുഖമായിട്ട് ഉറങ്ങി. ഞാനും ഒന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടോ. ഞാൻ എപ്പോഴും എന്നെ കുട്ടികൾ കളിയാക്കും, ഞാൻ കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങുക കാറിൽ കയറുമ്പോഴാണ്. സുഖമായിട്ട് ഒന്നും നോക്കാണ്ട് കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങളിതേ വന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പൂരം നടക്കുകയാണ്. മാപ്രാണത്തിൻ്റെയും ഇതിൻ്റെ ഇടയിലുള്ള വഴിയിലാണ് കണ്ടേട്ടോ പൂരം, ആനയും സംഭവമൊക്കെ. അപ്പോൾ അപ്പോഴാണ് അവിടെ നിന്നിങ്ങനെ നോക്കിയപ്പോഴാണ് വലത്തെ വശത്ത് ഞാൻ ഈ കപ്പേള ശ്രദ്ധിച്ചത്. മറ്റേതിങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ കപ്പേള ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതേ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് കോട്ടപ്പുറത്തേക്കാണ് കേട്ടോ. കോട്ടപ്പുറം പള്ളിയിലേക്കും പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹാളിലേക്കും ആണ് പോണത്. അങ്ങനെ ഞങ്ങളിതേ കൊടുങ്ങല്ലൂരെത്തി. അപ്പോൾ ഞാൻ ഓരോ ഭാഗം എത്തുമ്പോഴും ഇവരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാനത് കേൾക്കും. അങ്ങനെ ഇതേ കോട്ടപ്പുറം പള്ളിയിലേക്ക് എത്തി. അങ്ങനെ പള്ളിയിൽ കയറി അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഈ വികാസ് എന്ന് പറഞ്ഞ ഹാളിലായിരുന്നു പരിപാടി കേട്ടോ. അപ്പോൾ പള്ളിയിൽ കയറി കഴിഞ്ഞപ്പോൾ പള്ളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹാളിലേക്ക്. അപ്പോൾ ആദ്യം ഡൗൺ തെറ്റിയിട്ട് പള്ളി ഹാളാണെന്നാണ് വിചാരിച്ചേട്ടോ. പിന്നെ മനസ്സിലായി അവിടെയല്ല എന്നുള്ളത്. പിന്നീട് അവന് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ച് ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ അങ്ങനെ അധികം ആരും എത്തിയിട്ടില്ല. പള്ളിയിൽ നിന്ന് തൊട്ടടുത്തത്ര ശില്പയുടെ വീട്. അപ്പോൾ ശില്പയും അമലും അവരാണ് കേട്ടോ ജോണി ചിറ്റപ്പൻ്റെ 3 ആൺമക്കളിലത്തെ ഇവൻ്റെയാണ്, അമലിൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിലും ഫാമിലികൾ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തൊട്ടപ്പുറത്ത് പോർച്ചുഗീസിൻ്റെ ഒരു സ്ഥലമുണ്ട്, അതായത് കുറച്ച് ഞാൻ കാണിച്ചു തരാം, എനിക്ക് പറയാനായിട്ട് അങ്ങനെ അറിയില്ല. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് തൊട്ടടുത്ത്. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ കുറേ ഓർമ്മകളാട്ടോ. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആൻസൻ്റെ ബർത്ത്ഡേ ആയാലും ഡിംപിളുടെ ബർത്ത്ഡേ ആയാലും ആരുടെയെങ്കിലും ഒരു ആഘോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പോർച്ചുഗീസിലേക്ക് നമ്മൾ പലവട്ടം വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇവിടെ ഇല്ലാണ്ടാണോ അതോ ഇനിയിപ്പോൾ അത് അടച്ചു പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരനക്കവും ഒരു കടകളിലും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വെറുതെ തൊട്ടടുത്തായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും അപ്പോഴേക്കും ഉറങ്ങിയിട്ടൊന്ന് എണീറ്റ് ഫ്രഷ് ആക്കുകയും വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ നിന്ന് വന്നപ്പോഴേക്കും തോമു ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ തോമു എങ്ങനെ വെച്ചാൽ വാതോരാണ്ട് സംസാരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ഡോൺ ചോദിക്കുക ചായ വേണമെന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി കുടിച്ചിട്ടുണ്ട്, ചെല്ലുമ്പോഴും ഇനി മധുരം കഴിക്കണം. ഞാൻ മേടിച്ചു വേണ്ട. പിന്നെ അങ്ങനെ ദാഹിക്കണമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ തോമുവിനെ വിളിക്കുകയാണ് ഫോട്ടോയിലേക്ക്. തോമു അവൻ എങ്ങനെ വന്നാലും അവൻ വരില്ല, അവൻ നോക്കുകയില്ല, അവൻ സമ്മതിക്കില്ല നോക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന്. അവൻ അപ്പമോനാണ്, അവൻ്റെ അപ്പനെ പറ്റി പിടിച്ചിരിക്കുക. പ്രത്യേകിച്ച് അമ്മയും കൂടെ ഇല്ലാത്ത കാരണം അപ്പയുടെ അടുത്തൊന്നും നീങ്ങേയില്ല. തിരിച്ച് പാച്ചുവാണെങ്കിൽ ഇന്ന ആളെന്നില്ല, എല്ലാവരുടെയും കൂടി ഓടും. അപ്പം ഞാൻ പറയാം അത് അപകടമാണ്, കാരണം പിടിച്ചാൽ കിട്ടില്ല അവനെ. ആരൊക്കെ അവിടെ വന്നവരുടെയൊക്കെ ഒക്കത്ത് കയറിയിട്ട് പോകുമായിരുന്നു, അവന് ഇന്ന ആളെന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ പോകുമ്പോഴാണ് മാർക്കറ്റിൻ്റെ അതിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. കൊള്ളിയൊക്കെ ഇങ്ങനെ വട്ടനെ വെച്ചിട്ട് നനയ്ക്കുകയാണ്. ചീര എത്രയോ കെട്ടുകൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ ഈ നേരത്താകുമ്പോൾ ഇനി നാളേക്കാകുമ്പോഴേക്കും വാടില്ലേന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഇത് ചന്തയാണ്, മാർക്കറ്റാണ്. ഇവിടെ നിന്ന് രാത്രിക്ക് തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ വെള്ളം തെളിച്ച് അവിടെ എത്തുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഒരു കുഴപ്പവും വരില്ല എന്ന്. അപ്പോൾ ആ ഭാഗം ഞാൻ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ തിരിച്ച് വീണ്ടും വികാസിലേക്ക് തന്നെ പോയി. അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല, ജസ്റ്റ് ഒരു എൻട്രി എടുക്കും, സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ കണ്ടപ്പോൾ പാച്ചൂന് കാണേണ്ടത് ചാക്കോച്ചനെയും ഡിവൈനെയാണ്. അവർ വന്നിട്ടില്ല എന്നപ്പോൾ കുറേ നോക്കി. അത് കഴിഞ്ഞിട്ട് തോമുവിനെ കെട്ടിപ്പിടിച്ച് അവൻ ഓടാണ് ചാക്കോച്ചനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് ഡിംപിളുടെ ഡ്രസ്സ് കേട്ടോ. വെസ്റ്റിറോ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ്. പേജ് മാത്രമല്ല, ഡിംപിളാണ് ആ ബൊട്ടിക്ക് ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഈ ഡ്രസ്സ് ഇന്നലെ രാത്രിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമലും ശില്പയും മോനും. അപ്പോൾ
പറയായിരുന്നു പാച്ചുവിന് ഭയങ്കര വിഷമം അമലിൻ്റെ കയ്യിൽ വേറെ ഉണ്ണിയെ കണ്ടപ്പോൾ എന്ന്. കാരണം പാച്ചുവിൻ്റെ ആൾക്കാരാണ് അമലും മാത്തനും. അപ്പോൾ അത് കഴിഞ്ഞതാ ഇവിടെയായിരുന്നു പരിപാടി കേട്ടോ. മോൻ്റെ പേര് നല്ല പേര് കാൽവിൻ ലൂക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ദേ പാച്ചുവിൻ്റെ ഫോട്ടോസ് എനിക്ക് ഡിംപിൾ സെൻഡ് ചെയ്ത് തന്നാൽ രാവിലെ പള്ളിയിൽ പോയ ഫോട്ടോസാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ വേറൊരാളായിട്ട് അങ്ങോട്ട് മാറി. ഇപ്പോൾ വർക്കിയും കൂടി ഉള്ള കാരണം വർക്കിയുടെ ചേട്ടനായിട്ടാണ് അവൻ്റെ പോക്ക്. വർക്കീനെ കുളിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുക, ആ കാര്യങ്ങൾ മമ്മീനെ കാണിക്കുകയോ ഡിവൈനെ കാണിക്കുകയോ എന്നിട്ട് ഫോട്ടോസ് എടുത്ത് അയക്കുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പണി. അവിടെ പിന്നെ പ്ലാവും മാവും അതും ഇതൊക്കെയുള്ള കാരണം മണ്ണിലാണ് അവൻ്റെ മെയിൻ കളി കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ദേ ബാപ്റ്റിസത്തിന് പോണ ഗെറ്റപ്പാണ്. അവിടെ ചെന്നപ്പോൾ അവന് എവിടെ പോയാലും ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കിട്ടിയ 2 ഫ്രണ്ട്സാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടിയായിരുന്നു ഇന്ന് ഫുൾ അവിടുത്തെ കളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയപ്പോൾ എന്തോ പതിവില്ലാണ്ട് തോമൊന്ന് ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ ഇന്നാളും ഒരു ദിവസം അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് അധിക ഭാഗം യാത്രകൾ പറ്റണില്ല തോന്നുന്നുണ്ട്, അവനൊന്ന് ഛർദ്ദിച്ചു. ഇന്നും അതുണ്ടായി. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ വഴിയിലിറങ്ങി വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് യാത്ര തുടർന്നു. എനിക്ക് തോന്നുന്നു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എത്തി. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടുംബസമ്മേളനത്തിൻ്റെ മറ്റേ വാർഷികത്തിന് ചാക്കോച്ചനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. നമ്മൾ വരുമ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആ വീടിൻ്റെ ആ ലൈറ്റുകൾ മൊത്തം ഇങ്ങനെ പോയേക്കണു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസമായി ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണണം. അപ്പോൾ ഒരുമിച്ച് വാങ്ങി നമുക്ക് നാളെ അത് ഫുൾ മാറ്റിയിടണം എന്ന് പറഞ്ഞു വീടിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇതേ വരുമ്പോൾ ജസ്റ്റ് ഡിവൈനും ഇതൊക്കെ കയറണുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കയറിയപ്പോൾ ചാക്കോ നോക്കുക. അപ്പോൾ ഇന്ന് ചാക്കോ ആയിരുന്നു അത്ര ഹീറോ. അപ്പോൾ ആ വിശേഷങ്ങൾ ഡിവൈൻ പറയും കേട്ടോ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അത്ഭുതത്തിൽ നോക്കിക്കായിരുന്നു. അപ്പോൾ ചാക്കോന് തോമു വരുമ്പോൾ വാങ്ങിയ ലേസിൻ്റെ ഒരു പാക്കറ്റ് ഇതാ കൊടുത്തു. അത് കഴിഞ്ഞ് ചാക്കോ എനിക്ക് കാണിച്ചു തരാം അച്ഛൻ കൊടുത്ത ഫ്ലവറാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയായിരുന്നു 3 വയസ്സിൻ്റെ ബർത്ത്ഡേക്കാണ് ഡിംപിൾ ആദ്യമായിട്ട് ഒരു കുടുംബസമ്മേളനത്തിൻ്റെ വാർഷികത്തിന് ഡാൻസ് ചെയ്തത്. അമ്മൂമ്മക്കിളി വായാടി എന്നുള്ള ഡാൻസ്, പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടി ചെത്തിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്നുള്ള പാട്ടും, ഈ 2 എണ്ണമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഡോണിൻ്റെ അവസാനത്തെ സ്റ്റേജും ഡിംപിളുടെ ഫസ്റ്റ് സ്റ്റേജും എന്ന് പറയും ഞാൻ കേട്ടോ. അങ്ങനെ ഇന്ന് ചാക്കോച്ചൻ അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ട്. പാട്ടൊക്കെ വെച്ചപ്പോൾ അവൻ്റേതായ സ്റ്റൈൽ, അവൻ എവിടെയായാലും പാട്ട് വെച്ചാൽ ഡാൻസ് ചെയ്യും. അപ്പോൾ അച്ഛൻ കൊടുത്ത പൂവ് അത്രേ അത്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് നടയിൽ കൊണ്ട് വെച്ചേക്കാം. അങ്ങനെ ദേ അപ്പം മക്കൾ കുളിക്കാൻ പോവാണ് കേട്ടോ. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ തോമുവിൻ്റെ ഡ്രസ്സ് അവിടെ ഞങ്ങൾ കാറിൽ നിന്ന് ഊരിയെടുത്തു. വേറെ ഡ്രസ്സ് ഇടിക്കാനും നിന്നില്ല. കാരണം അവൻ ആ സമയത്ത് ഇടിക്കുമ്പോൾ അവൻ ഇത്തിരി വൃത്തിക്കാരനാണ്, അതിൻ്റെ മുകളിൽ കൂടി ഇടാൻ കൂട്ടാക്കില്ല. അങ്ങനെ ദേ വന്ന് അത് വെള്ളത്തിലിട്ടു. അപ്പോൾ നമ്മുടെ പിള്ളേർസ് നോക്കി നിൽക്കുക, അതെന്താ അത് മമ്മി എവിടെ. അപ്പം ഞാൻ ചോറ് കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ വന്ന വഴിക്ക് വേഗം പാല് വെച്ച് കൊടുത്തു. ഇനി കിടക്കണ നേരമാകുമ്പോൾ അവർക്കുള്ള ഇറച്ചിതാ ഇപ്പം കൈയോടെ ഇറച്ചിയും വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ അത് ഇവരാരെയും കാണാത്തത് എന്താണെന്നറിയോ, പുറത്ത് നല്ല ഇടിവെട്ടും മഴയാണ്. ഇവിടെ കിയയ്ക്കും അതെ ചോട്ടൂനും അതെ ഭയങ്കര പേടിയായി ഇടിവെട്ട്. കിയേനെ ആ പ്രദേശത്ത് കാണില്ല. അപ്പോൾ വാതിൽ തുറന്ന് കിടക്കണ കണ്ടതെന്ന് വെച്ചാൽ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് എന്നെ കയറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് നോക്കും. ഭയങ്കര പേടിയാണ്. പടക്കം അതെ ഈ വെടിക്കെട്ടും അതെ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് വെള്ളം നിറച്ച് വെക്കൽ കഴിഞ്ഞു, പാത്രങ്ങൾ ഒതുക്കി വെക്കൽ കഴിഞ്ഞു. പിന്നെ അടുക്കളയിൽ ഒരു പണിയുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയിലത്തെ കഴിഞ്ഞോട് കൂടിയിട്ട് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സമയം 10:20-25 ആയിട്ടുള്ളൂ കണ്ടോ. ഇന്ന് എന്തൊരു നേരത്തെ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വൈറ്റ് ഗോൾഡിൻ്റെ വളകൾ ഇന്നലെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചെങ്കിലും എനിക്കത് മുഴിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നാളത്തെ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോയിൽ ഈ വൈറ്റ് ഗോൾഡിൻ്റെ വളകൾ ഇടാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും സൈസിൻ്റെ അടുത്തുള്ള വളകളാണ്. അപ്പോൾ ഈ സൈസിലുള്ള ഈ വളകൾ മാത്രമേ ഉള്ളൂ. വേറെ ഈ സൈസ് എടുത്തിട്ട് ഇത് 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. അതിനാണ് ഞാൻ ആ ഒരു ബോക്സും ഇങ്ങനെ എന്താ പറയുക അളവ് എഴുതിയിട്ട് ഫോട്ടോസ് എടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല തരം വളകളാണ്, ഗോൾഡ് അല്ലാന്ന് ഒരാളും പറയില്ല. അതുപോലെ ഫിനിഷിംഗ് ഉള്ള വളകളാണ് കേട്ടോ. അങ്ങനെ വളകൾ 2.2, 2.4, 2.6, 2.8 അങ്ങനെ 4 സൈസിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഫോട്ടോസും വീഡിയോസും അടക്കം മിക്കവാറും ഇന്നത്തെയാവും, അതായത് തിങ്കളാഴ്ചയിലത്തെ ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോയിലായിരിക്കണം. കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊന്നും കൊടുത്തിട്ടില്ല. നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും വീഡിയോസ്
നിങ്ങൾക്കൊന്ന് ട്രിം ചെയ്ത് സെൻഡ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയാം. ഫോട്ടോസും കാണാം, അതിൻ്റെ തന്നെ വീഡിയോസും കാണാം. അപ്പോൾ കാണാൻ മറക്കരുത്. പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ നമുക്ക് സ്റ്റഡ് ഉണ്ട്, പിന്നെ ഡ്രോപ്സ്, ചെറിയ ഡ്രോപ്സ് ഉണ്ട്, മാലകളുണ്ട്, ഡംബൽസ് ഉണ്ട്, അങ്ങനെ പല പാറ്റേണും വൈറ്റ് ഗോൾഡിൽ വരുന്നുണ്ട്. പിന്നെ 6 പിടി മാലകൾ, 8 പിടി മാലകൾ, പാദസരങ്ങൾ, ബ്രേസ്ലെറ്റുകൾ, വൈറ്റ് ഗോൾഡിൽ കണ്ടമാനം വെറൈറ്റി ഉണ്ട്. അപ്പോൾ നാളത്തേൽ ഞാൻ അല്ലെങ്കിൽ ഇന്നത്തേൽ ഞാനിപ്പോൾ ഈ വളകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കാരണം എല്ലാം കൂടി വലിച്ചു വാരിയിടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ 5 മിനിറ്റൊക്കെ മതി എന്ന് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് പലരും അഭിപ്രായം പറഞ്ഞു. കാരണം ആദ്യമൊക്കെ ഞാൻ 13, 14, 15 മിനിറ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ട്, സെലക്ട് ചെയ്യാനും ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ പടപടപടേന്ന് നോക്കി തീരുകയും ചെയ്യും, 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ട്രിം ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അതുപോലെ എല്ലാം കൂടി ഒരുമിച്ചിടാത്തത്. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്കും അത് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ നാളെ ഗൾഫിലേക്ക് പോകുന്ന ഒരു ടീമിന് കൊടുത്തയക്കാൻ വേണ്ടി എനിക്ക് അമലിൻ്റെ അവിടുന്ന്, മാമുദ്സേര അവിടുന്ന് കൊണ്ടുവന്ന അവിടുത്തെ ഒരാൾ പുറത്താണുള്ളത്. അപ്പോൾ അത് മറക്കാണ്ടിരിക്കാൻ അവിടെ തന്നെ വെച്ചു ഹബ്ബിൽ നിന്ന് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ദേ നമ്മളുടെ നടയിൽ വന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയായിരുന്നു തമ്പുരാനോട്, എന്താ പറയുക, അങ്ങനെ അവസാനത്തെ കുഞ്ഞ് മോനും സ്റ്റേജുമ്മ കയറേണ്ട ഒരു പരിവാക്കി തന്നു എന്നാണ്. ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും അത് കുട്ടികളോട് എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെല്ലാവരെയും കാണിച്ചിട്ട് പിന്നെ നടയിൽ കൊണ്ടുവയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറയും ഞാൻ. അത് ഇപ്പോൾ ചാക്കോച്ചനടക്കം ഇപ്പോൾ അത് അവനെ അറിയാം കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങളും അങ്ങനെ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നടയിൽ കൊണ്ട് വയ്ക്കുക. അതിവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ദേ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.